വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ്. ഞാൻ മിഥുൻ ദാമോദരൻ. സിനിമ ടാക്കീസ് ചർച്ച ചെയ്യുന്നു ആ മഹാമനുഷ്യനെ കുറിച്ച്. 1200-ലധികം ചലച്ചിത്ര ഗാനങ്ങൾക്ക് വരികൾ എഴുതിയിട്ടുണ്ടെന്നതോ 100-ലധികം ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിട്ടുണ്ടെന്നതോ ദേശീയ സംസ്ഥാന അവാർഡുകൾ നേടിയൊരു ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയെന്നതോ 10-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചു എന്നതോ ഇതൊന്നുമല്ലെങ്കിൽ ദേവസഭാതലം രാഗിലമാകുവാൻ നാദമയൂകമേ സ്വാഗതം സ്വാഗതം എഴുതിയ അതേ പേന കൊണ്ട് തന്നെ എത്ര സിമ്പിളായിട്ടാണ് അയാൾ സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടിലെ കല്യാണവും അതുപോലെ തന്നെ ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ എഴുതിയതും ഒരു അത്ഭുതം തന്നെയാണ്. അങ്ങനെയുള്ള കൗതുകത്തെക്കാൾ മിണ്ടാത്തതിന്റെ കിളിപ്പെണ്ണെ നിന്നുള്ളിൽ തേനൊളിയോ തേങ്ങലോയിൽ നിന്നും കസ്തൂരി കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ചിങ്കാരി കളിയാടാൻ വാ എന്ന മനോഹര ഗാനത്തിലേക്കും രാജഹംസമേ മഴവിൽ കുടലിൽ സ്നേഹദൂതുമായി വരുമോയിൽ നിന്നും അന്തിക്കടപ്പുറത്തൊരോരക്കുടയെടുത്ത് 4 കുട്ടി മുറുക്കി നടക്കുന്നത് ആരാണ് എന്നതിലേക്കും അയാൾ കയറിയിറങ്ങിയത് നിമിഷങ്ങൾ കൊണ്ടാണെന്ന ആശ്ചര്യത്തെക്കാൾ ഉണ്ണിക്കിടാവിനു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാടിയേന്തി 1000 കൈനീട്ടി നിന്നു സൂര്യതാപമായി താതന്റെ ശോകം അനുരാഗമൂലം കിനാവിൽ കിളിപാടുന്നത് അപരാധമാണോ? ഇരുളിൽ വിതുമ്പുന്ന പൂവേ നീ വിടരുന്നത് അപരാധമായോ? വികാര നൗകയായി തിരമാലകൾ ആടിയുലഞ്ഞു കണ്ണീരുപ്പു കലർന്നൊരു മണലിൽ വേളിപ്പുടവ വിരിഞ്ഞു കൂരിരുൾ ചിമിഴിൽ ഞാനും മൗനവും മാത്രം മിന്നിയുലയും വ്യാമോഹ ജ്വാലകളായി എന്റെ ലോകം നീ മറന്നു. പാതിരാമഴയേതോ എന്ന പാട്ടിലെ വരിയാണ്. അങ്ങനെ നൽകുന്ന മുഖതയേക്കാൾ പള്ളിത്തേരുണ്ടോ, ചതുരംഗക്കളമുണ്ടോ, ആമ്പൽക്കുളമുണ്ടോ, തിരുതാളിക്കല്ലുണ്ടോ? പുതുമഴയായി പൊഴിയാം മധുമയമായി ഞാൻ പാടാം തടവിലെ കിളികൾ തൻ കനവിലെ മോഹമാം പുഴയിലെ ഓളങ്ങൾ തേടും. ശ്യാമാംബരം നീളെ മണിമുകിലിനുള്ളിൽ തുടിയുണരും നേരം തിങ്കൾക്കല മാനോടുമ്പോൾ എന്നിവ നൽകുന്ന ഗൃഹാതുരതയേക്കാൾ വെള്ളാരപ്പൂമല മേലെ പൊൻകിണ്ണം നീട്ടിവീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം വന്നു കനവിലെ ഇളം കൊമ്പിൽ ചന്ദനക്കിളി അടക്കം ചൊല്ലി എന്നിവ നൽകുന്ന പ്രതീക്ഷയേക്കാൾ ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ എന്ന ഗാനവും ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു എന്ന ഗാനവും കേൾക്കുമ്പോൾ ലഭിക്കുന്ന താരാട്ടിന്റെ ആലസ്യത്തെക്കാൾ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ എന്നതും ചിലയായ പിറവിയുണ്ടെങ്കിൽ ഞാൻ ശിവരൂപമായേനെ എന്നിവ നൽകുന്ന ഭക്തിയുടെ വിശുദ്ധിയേക്കാൾ വരും തലമുറയെ വിസ്മയിപ്പിക്കാൻ പോകുന്നത് ഇങ്ങനെയൊരു മനുഷ്യൻ ഈ മലയാള ഇൻഡസ്ട്രിയിൽ 40ഓളം വർഷങ്ങൾ പിടിച്ചു നിന്ന് ഈ കണ്ട ഐറ്റംസ് എല്ലാം ചെയ്തു കൂട്ടിയത് സംഗീതമല്ലാതെ വേറൊരു ലഹരിയുടെയും പിന്തുണയില്ലാതെയായിരുന്നു. അങ്ങനെ വിശ്വസിക്കാനാവും. അതാണ് കൈതപ്രം ദാമോദരൻ. കൈതപ്രം ദാമോദരൻ എന്ന മനുഷ്യനെ അത്രയേറെ ഇഷ്ടപ്പെടാൻ കാരണം അദ്ദേഹത്തിന്റെ വരികളിലെ മാന്ത്രികതയോ പേരിന്റെ കൂടെയുള്ള ജാതിപ്പേര് മുറിച്ചു കളഞ്ഞ നിലപാടിനോടുള്ള ആദരവും മാത്രമായിരുന്നില്ല. കലാകാരന് അക്ഷരം തെറ്റാതെ 4 വരികൾ കുറിക്കാൻ പുറത്തുനിന്നൊരു യാതൊരു പിൻബലവും വേണ്ട സ്വന്തം കഴിവിലുള്ള വിശ്വാസം മാത്രം മതിയെന്ന് തെളിയിച്ച ആ ഉറച്ച തീരുമാനം എടുത്തതുകൊണ്ടുകൂടിയാണ് കൈതപ്രം ദാമോദരൻ സർ നിങ്ങളെ പെരുത്തിഷ്ടമാണ്. എങ്ങനെയാണ് സിനിമ ടാക്കീസ് നിങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കുക? നന്ദി. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.